ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിലും അതിശക്തമായ മഴയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിലാണ് വലിയ വർധനയുണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അണക്കെട്ടിൽ 4 അടിയോളമാണ് വെള്ളം ഉയർന്നത്. ജലനിരപ്പ് 2354.56 അടിയിലെത്തി. ഇന്നലെ രാവിലെ 2339.62 അടിയായിരുന്നു ജലനിരപ്പ്. ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ, ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. മറ്റണക്കെട്ടുകളിലെ ഡാമിലെ സ്ഥിതി എങ്ങനെയാണ്? അപകടകരമാം വിധം ജലനിരപ്പ് ഉയരുകയാണോ? അണക്കെട്ടുകൾ എത്രത്തോളം തുറന്നു വിടേണ്ടി വരും അങ്ങനെയെങ്കിൽ? വൃഷ്ടിപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ മഴയുടെ തുടർച്ചയായിട്ടാണ് അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വർധനവ് എടുത്തു പറയേണ്ടത് അത് ഇടുക്കി അണക്കെട്ടിലെ തന്നെയാണ്. ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാവിലെ 7 മണിക്ക് ഏതാണ്ട് 2339.62 അടിയായിരുന്നു ജലനിരപ്പ്. അതുതന്നെയും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വെച്ച് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ വർധനവ് 9 അടി 48 മണിക്കൂർ കൊണ്ട് വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് രാവിലെ 7 മണിയാകുമ്പോഴേക്കും 4 അടി വർധന ഉണ്ടായിരിക്കുന്നു. ഏറ്റവും അവസാനം കണക്ക് വരുമ്പോൾ 2344.56 അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. വലിയ കുറവ് ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പിൽ ഉണ്ടായതിന് ശേഷമാണ് ഇത്ര വലിയ വർധനവ് അണക്കെട്ടിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ജില്ലയിലെ മറ്റ് ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 118 അടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 4 അണക്കെട്ടുകളിലാണ് ജില്ലയിൽ. കല്ലാർകുട്ടി, പാമ്പ്ള, കല്ലാർ, ഇരട്ടയാർ തുടങ്ങിയ ഡാമുകളിലാണ് റെഡ് അലർട്ട്. മലങ്കര ഡാമിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കല്ലാർകുട്ടി, കല്ലാർ, പാമ്പ്ള, മലങ്കര അണക്കെട്ടുകൾ തുറന്ന അവസ്ഥയിലാണ് ഉള്ളത്. കല്ലാറിൻ്റെ തീരത്തും പെരിയാറിൻ്റെ തീരത്തും മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തും താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ ലഭിക്കുന്നതിൻ്റെ മഴവെള്ളപ്പാച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ മലങ്കര അണക്കെട്ട് ഇനിയും തുറക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായി തന്നെയും തുടരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. പലയിടത്തും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുതോണി കട്ടപ്പന സംസ്ഥാന പാതയിൽ കാൽവരി മൗണ്ടിന് സമീപം മണ്ണിടിഞ്ഞു വീണ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതേവരെ അത് പുനഃസ്ഥാപിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ തങ്കമണിയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കീരിത്തോട് മണ്ണിടിഞ്ഞു വീണ റോഡിലെ ഗതാഗതം, ഒരു പ്രാദേശിക റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തോമംകുത്തിൽ വെള്ളം കയറി, റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ വെള്ളം കയറുകയും മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലയിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതാക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം ബാധകമാകുന്ന നിലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കനത്ത ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് രാത്രി യാത്രാ നിരോധനമുണ്ട്. നിലവിൽ വിനോദസഞ്ചാരത്തിനും ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ ഉള്ളവരും ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നവരും ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ആകെ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 100ഓളം ആളുകൾ ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വരും മണിക്കൂറുകൾ മഴ ശക്തമായ ജില്ലയിലെ സ്ഥിതി കൂടുതൽ ഗുരുതരമായേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദിവ്യ.